കേസ് ഒതുക്കി തീർക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വ്യവസായിയിൽ നിന്ന് കോടികൾ തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ ഇഡി ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതി. കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെയാണ് വിജിലൻസ് ഒന്നാം പ്രതിയാക്കി കേസെടുത്തത്. രണ്ടാം പ്രതി വിൽസണുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും വിജിലൻസ് കണ്ടെത്തി. കൊച്ചി സ്വദേശിയായ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്തും അറസ്റ്റിലായി. ഇടനിലക്കാർ പണം ആവശ്യപ്പെടുന്നുവെന്ന ആരോപണവുമായി കൊല്ലം സ്വദേശിയും രംഗത്തെത്തി. കേസൊഴിവാക്കാൻ കൊല്ലത്തെ കശുവണ്ടി വ്യവസായിയോട് 2 കോടി രൂപ കോഴയാവശ്യപ്പെട്ട കേസിലാണ് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥനെ വിജിലൻസ് ഒന്നാം പ്രതിയാക്കിയത്. കൊച്ചി ഇഡി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചു. കശുവണ്ടി വ്യവസായിയോട് പണം ആവശ്യപ്പെട്ട ഇടനിലക്കാരായ തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുകേഷ് കുമാർ എന്നിവരെ വിജിലൻസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. പണപ്പിരിവിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ച ചാർട്ടേഡ് അക്കൌണ്ടന്റ് എറണാകുളം സ്വദേശി രഞ്ജിത്തിനെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തു. പരാതിക്കാരന്റെയും 2-3 പ്രതികളുടെയും മൊഴികൾ പരിഗണിച്ചാണ് ശേഖർ കുമാറിനെ പ്രതിയാക്കിയത്. ഇതിൽ ഒരുപാട് സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്, മറ്റു പല ആംഗിൾ അന്വേഷിക്കാനുണ്ട്, വേറെ ചില എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കുറേ അന്വേഷിക്കാനുണ്ട്. ഞങ്ങൾക്ക് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു അതിൻ്റെ ഒരു കോൺക്രീറ്റ് പിക്ചർ തരാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. സമാനമായ ആരോപണവുമായി കൊല്ലം കടപ്പാക്കട സ്വദേശിയായ ജെയിംസ് ജോർജ് 2016 സാമ്പത്തിക ഇടപാട് കേസിൽ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാതിരിക്കാൻ പണം ആവശ്യപ്പെട്ട് ഇടനിലക്കാർ സമീപിച്ചുവെന്ന് ആരോപണം. ഇഡി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മഹാവലിയ സംഭവമാണെന്നും ഈ ലോകത്തുള്ളവരെല്ലാം അതിന് കീഴടങ്ങിയിരിക്കേണ്ട വെറും വിധേയരാണെന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അതെങ്കിലും ഒന്ന് മാറട്ടെ, സത്യം ലോകത്തോടെ വിളിച്ചു പറയണം. അതേസമയം അവർക്ക് പണം വേണമെന്ന് ആവശ്യം വന്നപ്പോൾ മോഹൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ആദ്യം വന്ന് എന്നെ പരിചയപ്പെടുന്നു. അവർ തിരുവല്ലയിൽ ഒരു ഹോട്ടലിലേക്ക് എന്നെ വിളിച്ചു വരുത്തുന്നു. അവിടെ വെച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, മോനെ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? തിരുമേനി ഒന്നും അറിയേണ്ട, ഒരു 2 കോടി രൂപ ഇങ്ങ് തന്നാൽ മതി, അത് ഒരുമിച്ച് തരണ്ട, 2 ഇൻസ്റ്റാൾമെൻ്റ് ആക്കി തരാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരെയും കൊടുക്കണം പൈസ? അല്ല, അതൊക്കെ പിന്നത്തെ കാര്യം. എന്നാൽ ഞാൻ പറഞ്ഞ 2 പൈസ പോലും തരാൻ ഞാൻ തയ്യാറല്ല, നിങ്ങൾ എൻ്റെ ഫയലിങ് തിരിച്ചു തന്നേരും. ഇഡി ഉന്നത ഉദ്യോഗസ്ഥനിലേക്ക് അന്വേഷണം എത്തിയതോടെ വിപുലമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് വിജിലൻസ് നീക്കം. റിപ്പോർട്ടർ